ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊരു സംവാദത്തിന് കോൺഗ്രസും CPI-യും തയ്യാറാണോ? ഞങ്ങൾ എത്രയോ തവണ തയ്യാറായതാണ്. അത് ശരി. മതനിരപേക്ഷത വാചകങ്ങളിൽ മാത്രം ഉണ്ടാകാൻ പാടില്ല. ആ അഭിപ്രായം അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം 1000 തവണ കരുത്തോടുകൂടെ ഞങ്ങൾ ഈ അവസരത്തിലും ആവർത്തിക്കുന്നു, ഉയർത്തിപ്പിടിക്കുന്നു. ഭയങ്കരം തന്നെ. പറയാനൊരു അന്തസ് വേണം, പറയാനൊരു അവകാശം വേണം. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഗോൾവൽക്കറുടെ ജന്മവാർഷികം ആഘോഷിക്കാൻ RSS ക്ഷണിച്ചു വന്നുകൊണ്ടിരുത്തി ആ വാർഷികാഘോഷ ചടങ്ങിൽ ഏത് RSSകാരനെയും നാണിപ്പിക്കും വിധം വിനീത വിധേയനായി മുട്ടുമടക്കി തൊഴുകൈകളോടുകൂടെ നിന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണോ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ വരുന്നത്? അദ്ദേഹത്തിന് എന്തർഹത? ആദരണീയനായ അബൂബക്കർ മുസ്ലിയാരോടൊപ്പം വേദി പങ്കിടാൻ ആ വേദിയിൽ വന്നിരുന്നിട്ട് വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ എന്ത് യോഗ്യത? കാരണം എന്താണ്? തരം കിട്ടിയപ്പോഴൊക്കെ വർഗീയതയുടെ മുമ്പിൽ മുട്ടിലെഴുന്നിട്ടേയുള്ളൂ, ശിരസ് കുനിച്ചിട്ടേയുള്ളൂ. ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുമ്പിൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? അതൊരു ഒറ്റയാളേ ഉള്ളൂ. അതാണ് നിർഭാഗ്യവശാൽ ഈ പ്രതിപക്ഷ നേതാവ്. മലബാറിൽ 33 സ്കൂൾ അനുവദിച്ചത് കേരളത്തിന്റെ സാമുദായിക രാഷ്ട്രീയ മണ്ഡലത്തെ തകർത്ത് കളയുമെന്ന് പ്രസംഗിച്ചതാരാ? RSS നേതാവ് തോറ്റുപോകുന്ന വർഗീയത പ്രസംഗിച്ചത് ഇദ്ദേഹം MLA ആയിരുന്ന കാലയളവിലാണ്. 5ാം മന്ത്രിസ്ഥാനം ലീഗിന് കൊടുത്താൽ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം തകർന്ന് തരിപ്പണമാകുമെന്ന് പ്രസംഗിച്ചതാരാണ്? ഈ പ്രതിപക്ഷ നേതാവാണ്. തരം കിട്ടുമ്പോഴൊക്കെ RSSന്റെ വർഗീയതയുടെ മുമ്പിൽ മുട്ടിലിടുന്ന ചരിത്രമുള്ള ആ ചരിത്രം പണം വിടർത്തുന്ന തെളിവുകളായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന ആ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ വന്നിട്ട് പറയുകയാണ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയത് തെറ്റാണ്, അതാണ് വർഗീയതയെ പ്രീണിപ്പിക്കുന്നത്. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. ഇപ്പോ കാന്തപുരം മുസ്ലിയാരുടെ ചടങ്ങിൽ അദ്ദേഹത്തെ അടുത്തിരുത്തി ആ വേദിയിൽ വെച്ച് മതനിരപേക്ഷതയെ കുറിച്ച് പറയാനൊരു അന്തസ് വേണം എന്നാണ് ശ്രീ ജേക്സി തോമസ് പറഞ്ഞത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. സ്നേഹിത പി പരമേശ്വരന്റെ ഭാരതീയ വിചാര കേന്ദ്രം സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്തത്, അതിൽ MP വീരേന്ദ്രകുമാറും VS അച്യുതാനന്ദനൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് തന്റെ ജില്ലയിലെ VD സതീശൻ പങ്കെടുത്തത്. അങ്ങനെയൊക്കെ വഴിയില്ലോ. സ്വന്തം മകളെ ജയിലിൽ പറഞ്ഞേക്കാതിരിക്കാൻ വേണ്ടി റബ്ബർ സ്റ്റാമ്പിനെ പോലെ കേരള മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് സംഘപരിവാറിന് യഥേഷ്ടം ഭരണം നടത്താൻ അനുമതി കൊടുത്തു പോകുന്ന അങ്ങനെ ഒരു കൊഞ്ഞാണന്റെ അവസ്ഥ. എന്ത് പറ്റിയടാ? അങ്ങനെ ഒരു കൊഞ്ഞാണന്റെ അവസ്ഥ ഏതായാലും VD സതീശന് ഇല്ല എന്ന് നിങ്ങൾ സദയം ഓർക്കുക. മാന്യമായ നിഘണ്ടുവിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാൽ മതി. അല്ലല്ല, നിങ്ങൾ ഇങ്ങനെ ഇത് മര്യാദ അല്ലെങ്കിൽ താൻ തന്നെ വീട്ടിൽ പോടോ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇതേ ഞാൻ നിനക്ക് ഞാനില്ല. പറഞ്ഞു പൂർത്തിയാക്കും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞാൻ പൂർത്തിയാക്കും. നിങ്ങൾ അതിനകത്ത് ഇടപെടണം. അതിനകത്ത് ഇടപെടണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. പിന്നെ ഞാൻ പറയാം, ഞാൻ ഇടപെടാം. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ. ശ്രീ KP നൗഷാദ് അലി, ഒരൊറ്റ വാക്ക് ഈ ചർച്ചയിൽ മുന്നോട്ട് പോകില്ല. ഒരൊറ്റ വാക്ക് ഈ ചർച്ചയിൽ മുന്നോട്ട് പോകില്ല. അങ്ങനെ പറയരുത്. സ്ഥലജല വിഭ്രാന്തി ഉണ്ടെങ്കിൽ അടുത്തുള്ള ചികിത്സാലയത്തിൽ കാണിക്കണം. എന്റെ പൊന്നു സുഹൃത്തെ, ഇത് വലിയ പാരമ്പര്യമുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ്. ഒരു എഡിറ്റോറിയൽ ചർച്ച നടത്തുന്നത് അല്ല, ജനാധിപത്യപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.
ബാ